അങ്ങനെ നയന ഇപ്പോൾ അനന്തപുരിയിൽ നിന്നെല്ലാം ഇറങ്ങിക്കൊണ്ട് നേരെ ആദർശിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആദർശിൻ്റെ നിഴലായി നയന കൂടെ തന്നെ ഉണ്ടാവും. കിരണും കല്യാണിക്ക് ആദർശിനെ സഹായിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. കിരൺ തന്ത്രപൂർവ്വം ജ്വല്ലറിയിൽ കയറിപ്പറ്റി ഡേവിഡിൻ്റെ കള്ളക്കളികൾ ഓരോന്നോരോന്നായി പൊക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. കിരൺ കണ്ടുപിടിച്ച വിവരങ്ങൾ കേട്ട് ആദർശും നയനെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇതിനൊരു വ്യക്തത വരുത്താൻ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാരെ നേരിട്ട് കാണാൻ തന്നെ ആദർശ് തീരുമാനിച്ചു. നന്ദുവിൻ്റെ സഹായത്തോടു കൂടി തന്നെ ആ ഒരു ഗ്രീനയെ കൂടി പൊക്കിക്കഴിഞ്ഞാൽ ഈ ചതിയുടെ പിന്നിലെ ബുദ്ധികേന്ദ്രത്തെ വിലയിരുത്താം. അങ്ങനെ ആദർശ് ആ ഒരു തെളിവിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഹൈപ്പൊക്കെ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദർശ് നയനോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. നയനെ, കിരണും കല്യാണിയും നമ്മുടെ കൂടെ തന്നെയുണ്ട്. കിരൺ ജ്വല്ലറിയിൽ ഒരു കൺസ്ട്രക്ഷൻ ജോലിക്കാരനായി കയറി പറ്റിയിട്ടുണ്ട്. അവിടെ ഡേവിഡിൽ നിന്നും പല രഹസ്യങ്ങളും ചോർത്തിയിട്ടുണ്ട്. ഈ ഡേവിഡ് വെറും ഒരു ബിനാമി മാത്രമാണ്. യഥാർത്ഥ മുതലാളി ദുബായിലാണ്. അയാളിപ്പോൾ കേരളത്തിലെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അയാളാണ് നമ്മുടെ മെയിൻ ശത്രു. നയന അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ, നമുക്കിങ്ങനൊരു ശത്രു ഉണ്ടോ എന്ന്. ബിസിനസ്സിൽ മുത്തശ്ശനോടോ നമ്മളോടോ വൈരാഗ്യമുള്ളവർ കാണും. പക്ഷേ ഡേവിഡിന് പണ്ടത്തെ പകയൊന്നുമില്ല. അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് വേറെ ആരോ ആണ്. ആ സൂത്രധാരനെ പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ മൂർത്തി ജ്വല്ലറിയുടെ പ്രതാപം തിരിച്ചു പിടിക്കാൻ പറ്റൂ. അതിന് ആദ്യം വന്ന് പാലിൽ മയക്കുമരുന്ന് കലക്കിയ ആ ഗ്രീനെ കണ്ടുപിടിക്കണം. മുംബൈ പോലീസ് അത്രയൊന്നും സഹകരിക്കുന്നില്ല. എന്നാലും ഞാൻ മുംബൈയിലേക്ക് പോയി സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാരെ കണ്ട് സംസാരിക്കാൻ പോവാണ്. നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. പേടിയാണെങ്കിൽ നീ അനന്തപുരിയിലേക്ക് തിരിച്ചു പോയിക്കോളൂ എന്ന് പറയും. നയന ധൈര്യത്തോടെ പറഞ്ഞു, അതൊന്നും സാരമില്ല ആദർശേട്ടാ. ആദർശേട്ടൻ പോയിട്ട് വരൂ. കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവാതെ നോക്കിയാൽ മതിയെന്ന് പറയും. ഞാൻ ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെ നിന്നോളാമെന്ന് പറയാണ് നയന. ആദർശ് നേരെ മുംബൈയിലേക്ക് വണ്ടി കയറി. പോകുന്ന വഴിക്ക് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയിലെ അധികൃതരെ വിളിച്ചു. അന്ന് ആ ഡീൽ എനിക്ക് നഷ്ടപ്പെട്ടത് ആരോ എന്നെ ചതിച്ചതുകൊണ്ടാണ്. ജ്വല്ലറിക്കാർ തന്നെയാണോ എന്നും എനിക്കറിയില്ല. ആരോ എനിക്ക് മയക്കുമലർന്ന് കലർത്തിയ ജ്യൂസ് തന്നു. അതുകൊണ്ടാണ് കൃത്യസമയത്ത് എനിക്കങ്ങോട്ടേക്ക് എത്താൻ പറ്റാഞ്ഞത്. ഞങ്ങളുടെ ഡിസൈൻസ് എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിരുന്നിട്ട് പോലും ആ ഒരു വൈകലിൻ്റെ പേരിൽ നിങ്ങൾ ആ ജ്വല്ലറിക്കാർക്ക് ഈ ഒരു ഡീല് കൊടുത്തില്ലേ എന്ന് ആദർശ് ചോദിച്ചു. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് മറ്റു വഴിയൊന്നും ഇല്ലായിരുന്നു. മൂർത്തി ജ്വല്ലറിയുടെ പാരമ്പര്യം, നയനാസ് കളക്ഷൻ്റെ മികവും ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ ആ നിർണായക നിമിഷത്തിൽ ആദർശിനെ കാണാതായപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ബിസിനസ്സിൽ നെറുകേട് കാണിക്കാൻ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്ക് താല്പര്യമില്ല. ആരെയും വഞ്ചിക്കാനോ വഴിവിട്ട രീതിയിൽ ഡീലെടുക്കാനോ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. അവിടെ ഹാജരായവരിലെ മികച്ചവരെ ഞങ്ങൾ തിരഞ്ഞെടുത്തു, അത്രയുള്ളൂ. ആദർശിന് ഇങ്ങനൊരു പാര കിട്ടിയ കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയും. ആദർശ് ഉറപ്പിച്ചു പറഞ്ഞു, എന്നെ ആരോ മനഃപൂർവ്വം കുടുക്കിയതാണ്. നിങ്ങളുടെ സ്റ്റാഫാണെന്ന് പറഞ്ഞ ഗ്രീന എന്നൊരു പെൺകുട്ടിയാണ് എനിക്ക് ജ്യൂസ് തന്നത്. പിറ്റേന്ന് മുതൽ അവളെ കാണാനില്ല. അവൾ നിങ്ങളുടെ സ്റ്റാഫായിരുന്നോ? അത് കേട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഒരിക്കലുമല്ല ആദർശ്, ഞങ്ങൾ അങ്ങനെ ഒരാളെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. വരുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കുക എന്നല്ലാതെ മറ്റൊന്നും തന്നെ ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോഴാണ് ആദർശിന് ആ ഒരു കാര്യം പിടികിട്ടിയത്. ഇതൊരു പ്ലാൻ ചെയ്ത ചതിയാണെന്ന്. ആ ഡീല് പോയതോടുകൂടി തന്നെ ഞങ്ങൾക്ക് കോടികളുടെ നഷ്ടവും ഷെയറും വാല്യൂവും എല്ലാം തന്നെ ഇടിഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ജ്വല്ലറിയാണെന്ന് ഉറപ്പാണ്. കുറച്ചു കാലമായി അവർ ഞങ്ങളോട് കടുത്ത ശത്രുതയിലാണ്. ദുബായിലും നാട്ടിലും അവർ കളികൾ കളിക്കുന്നുണ്ട്. സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർ പറഞ്ഞു, നിങ്ങളുടെ സത്യസന്ധതയിലേക്കാണ് CCTV ദൃശ്യങ്ങൾ നോക്കൂ എന്ന്. ആ പെൺകുട്ടിയെ പൊക്കി പോലീസിന് കൊടുക്കൂ. അതിൻ്റെ റിപ്പോർട്ടുമായി നിങ്ങൾ തിരികെ വന്നു കഴിഞ്ഞാൽ ഈ ഡീല് പുനഃപരിശോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ചതിയിലൂടെയാണ് അവർ ഇത് നേടിയെടുത്തത് എങ്കിൽ ആ ഡീൽ ഞങ്ങൾ റദ്ദാക്കും. ആദർശ് ആദ്യം നിരപരാധിത്വം തെളിയിക്ക്. ആദർശ് മുംബൈയിലെ ആ ഹോട്ടലിലേക്ക് എത്തി. CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ചു. ഹോട്ടലുകാർ പറഞ്ഞു, അങ്ങനെ ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടിരുന്നുവെന്ന്. പക്ഷേ അത് അവരുടെ സ്റ്റാഫാണെന്നോ എന്നും അറിയില്ല. ദൃശ്യങ്ങൾ കിട്ടിയപ്പോൾ ആദർശ് നന്ദുവിനെ വിളിച്ചു. നന്ദു, ഇതൊരു മലയാളി പെൺകുട്ടിയാണ്. ഗ്രീന എന്നാണ് പേര്. US-ലാണ് എന്നൊക്കെ വെറുതെ അവൾ തള്ളിയതാണ്. ഇവൾ എവിടെയോ ഉണ്ടെന്ന് എനിക്കുറപ്പുണ്ട്. നന്ദു ആവേശത്തോടെ പറഞ്ഞു. ആദർശേട്ടാ, ഇത് കിട്ടിയ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവളെ നമ്മൾ പൊക്കും. നന്ദു ദൃശ്യങ്ങൾ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ അയച്ചു കൊടുത്തു. വൈകാതെ തന്നെ ഫേസ്ബുക്കിലൂടെയും മറ്റും വിവരം കിട്ടി. ഇവൾ പാലക്കാട് സ്വദേശിയാണ്. പഠനം കഴിഞ്ഞ് മോഡലിങ്ങും മറ്റുമായി നടക്കുന്ന ഒരു തരികിട പുള്ളിയാണ്. ഡ്രഗ്സ് റാക്കറ്റുമായും മറ്റും ബന്ധമുണ്ട് ഇവൾക്ക്. ഒടുവിൽ നന്ദു ആ ഒരു ഞെട്ടിക്കുന്ന വിവരം കണ്ടെത്തി. ഇവളിപ്പോൾ ജ്വല്ലറിക്കാരുടെ ഒരു ബ്രാഞ്ചിൽ സെയിൽസ് ഗേളായിട്ട് വർക്ക് ചെയ്യാണ് എന്ന കാര്യം. ആദർശ് അതറിഞ്ഞപ്പോൾ ആകെ ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ ഇത് ജ്വല്ലറിക്കാരുടെ തന്നെ പണിയാണ്. ഈ വിവരങ്ങൾ അറിഞ്ഞതോടുകൂടി തന്നെ നാഗേന്ദ്രനും അവന്തികക്കും ആകെ പേടിയായി. അവന്തിക പറയുന്നുണ്ട്, ആദർശേട്ടനെ ഇറക്കി വിട്ടപ്പോൾ ഞാൻ സമാധാനിച്ചിരുന്നതാണ്. അവൻ്റെ പൊസിഷനിൽ എനിക്കങ്ങ് കയറിയിരിക്കാമല്ലോ എന്ന് കരുതി. പക്ഷേ ഇതാ ഇപ്പോൾ അവൻ മുംബൈയിൽ പോയിട്ട് ഗ്രീനയുടെ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിരിക്കുന്നു. ആ നന്ദുവും അവനെ സഹായിക്കാനുണ്ട്. ഇനി നമ്മുടെ പണി പാളുമോ അച്ഛാ?
നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നമുക്കിവിടെ പിഴവ് പറ്റിപ്പോയി മോളെ. ഹോട്ടലിലെ CCTV ദൃശ്യമെല്ലാം തന്നെ മാറ്റണമായിരുന്നു. ഇപ്പോഴിതാ അവൻ തെളിവുമായി വന്നിരിക്കുന്നു. മുത്തശ്ശൻ അവൻ എന്തായാലും തിരിച്ചെടുക്കും. ആ ഡീലും അവർക്ക് കിട്ടാനാണ് സാധ്യത എന്ന് പറയും. ഗ്രീനെ എങ്ങനെയെങ്കിലും ഒളിപ്പിക്കണം. പക്ഷേ അപ്പോഴേക്കും വൈകി പോയിരുന്നു. നന്ദുവും പോലീസുകാരും ചേർന്നുകൊണ്ട് തന്നെ നേരെ AN ജ്വല്ലറി അങ്ങ് വളഞ്ഞു. ഗ്രീനെ അവിടെ നിന്നും ഓടാൻ ശ്രമിച്ചുവെങ്കിലും നന്ദു അവളെ പിടികൂടി. ആദർശ് അവളെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, എടി ഗ്രീനെ, നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ? AN ജ്വല്ലറിക്കാർക്ക് വേണ്ടിയിട്ട് ആ വലിയ ഡീല് നീ അങ്ങ് മുടക്കി. എത്ര കോടിയാണ് നഷ്ടമായത് നിനക്കറിയാമോ? ഇനി നീ അകത്ത് കിടന്നങ്ങ് അഴിയെണ്ണടി എന്നൊക്കെ പറഞ്ഞ് ആദർശ് അങ്ങ് ദേഷ്യപ്പെടും. ഗ്രീനെ കരഞ്ഞ് കാറി പിടിച്ചു. ആദർശ് സാറേ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എൻ്റെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ്, എനിക്ക് പണത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. എൻ്റെ അമ്മ ഒട്ടും സുഖമില്ലാതെ കിടപ്പാണ്. അവർ പണം തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലങ്ങ് വീണുപോയി എന്ന് പറയും. ചതിയാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ചെയ്തത്. സാർ എന്നെ ജയിലിലാക്കരുത്. ഗ്രീന എല്ലാം ക്യാമറയിൽ ഏറ്റു പറഞ്ഞിരുന്നു. ഈ വീഡിയോസും മറ്റും തെളിവുകൾ ആദർശ് നേരെ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയിലേക്ക് അങ്ങ് അയച്ചു കൊടുത്തു. സത്യം മനസ്സിലാക്കിയ അവർ AN ജ്വല്ലറിക്കാരുടെ ഡീലങ്ങ് റദ്ദാക്കി അത് നേരെ മൂർത്തീസ് ജ്വല്ലറിക്ക് കൈമാറുകയും ചെയ്തു. ആദർശ് വിജയശ്രീ ലാളിതനായി അനന്തപുരിയിലേക്ക് തിരിച്ചെത്തി. മുത്തശ്ശൻ ആദർശുള്ള വിശ്വാസം തന്നെ അങ്ങ് കൂടി. പക്ഷേ ആദർശിനൊരു സംശയം കൂടി ബാക്കിയുണ്ടായിരുന്നു. ജ്വല്ലറിയിലെ രഹസ്യങ്ങൾ ഇങ്ങനെ പുറത്തു പോകുന്നു, നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ ആരോ തന്നെ ഒറ്റുന്നുണ്ട് എന്ന കാര്യം. അനിയും അത് ശരിവെച്ചു. അഭിയാകുമോ അതോ നവ്യാകുമോ എന്നൊക്കെ അവർ ചിന്തിച്ചു. അപ്പച്ചിയുടെ മകൾ അവന്തികയെക്കുറിച്ച് യാതൊരുവിധ സംശയം തന്നെ അവർക്കുണ്ടായിരുന്നില്ല. പിന്നെ മറ്റാരെയും കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു സംശയം നേരെ അവന്തികയിലേക്ക് നീണ്ടു. അവളുടെ പെരുമാറ്റം അല്പം പന്തിയല്ല. നന്ദു വഴി അവന്തികയുടെ ഫോൺ റെക്കോർഡുകളെല്ലാം തന്നെ അവർ പരിശോധിച്ചു. അവൾ ഡേവിഡിൻ്റെ നമ്പറിലേക്ക് വിളിച്ച് മണിക്കൂറുകളോടെ സംസാരിക്കുന്നുണ്ട് എന്ന കാര്യം കണ്ടെത്തി. ഒടുവിൽ ഹോട്ടലിൽ വെച്ച് നാഗേന്ദ്രനെ കാണാൻ പോകുന്നത് ആദർശും അനിയും നന്ദുവും കൂടി പിന്തുടർന്നു. അവിടെ വെച്ച് കൈയോടെ അവനെങ്ങ് പിടികൂടി. ആദർശ് ചോദിക്കുന്നുണ്ട്, ഇതാണോ നിന്റെ അച്ഛൻ? ഓ, അപ്പോൾ നാഗേന്ദ്രനായിരുന്നല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന്? അച്ഛനും മോളും കൂടി ഞങ്ങളങ്ങ് തകർക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ? നന്ദു അവരെ അറസ്റ്റ് ചെയ്ത് മുത്തശ്ശൻ്റെ മുന്നിലേക്ക് എത്തിച്ചു. മുത്തശ്ശൻ അങ്ങ് പൊട്ടിത്തെറിക്കാണ്. എടാ നാഗേന്ദ്ര, നിന്റെ കുടുംബത്തിന് സംരക്ഷണം നൽകിയത് ഞങ്ങളാണ്. എന്നിട്ട് നീ ഞങ്ങളെ തന്നെ കുത്തുകയായിരുന്നു അല്ലേ? അവന്തികെ, എടി, നീയും ഇതിന് കൂട്ടുനിന്നോ? നിനക്ക് എവിടെ നിന്നും ഇപ്പം തന്നെ ഇറങ്ങിക്കൊള്ളണം. മുത്തശ്ശൻ ആദർശിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട്. മോനെ, നീ എന്നോട് മാപ്പ് തരണം. നിന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു. നീ സത്യം തെളിച്ച് നമ്മുടെ അഭിമാനം കാത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ ആദർശിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ ആ ഒരു ദുഷ്ടശക്തികളെ പുറത്താക്കുന്നതോടുകൂടെ തന്നെ അനന്തപുരിയിൽ പിന്നെ സമാധാനമായി. നന്ദുവും ആദർശും അനിയും ചേർന്ന് നാഗേന്ദ്രനെയും അവന്തികയും കൈയോടെ പിടികൂടിയതോടുകൂടെ തന്നെ അനന്തപുരിയിൽ വല്ലാത്തൊരു കൊടുങ്കാറ്റാണ് അഴിച്ചുവിട്ടത്. എന്നാൽ ഇതുകൊണ്ടൊന്നും നാഗേന്ദ്രൻ അടങ്ങുമെന്ന് ആദർശ് കരുതുന്നില്ല. ആദർശിൻ്റെ മനസ്സ് മന്ത്രിച്ചു. ഇതൊരു തുടക്കം മാത്രമാണ്. മുത്തശ്ശൻ ആകെ തളർന്നു പോയിരുന്നു. സ്വന്തം രക്തത്തിൽ നിന്നും ഇങ്ങനൊരു ചതി അദ്ദേഹം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. നയന മുത്തശ്ശൻ്റെ അരികിലിരുന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. മുത്തശ്ശൻ വിഷമിക്കേണ്ട. സത്യം പുറത്തു വന്നല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം, അവൾ മെല്ലെ പറഞ്ഞു. അതേസമയം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ നാഗേന്ദ്രൻ തൻ്റെ അടുത്ത കരു നീക്കുന്നുണ്ടായിരുന്നു. ഡേവിഡിനെ ഉപയോഗിച്ച് പുറത്തുള്ള തൻ്റെ ബിനാമി സ്വത്തുക്കൾ വിറ്റഴിച്ചും നിയമത്തിൻ്റെ പഴുതുകൾ നോക്കിയും അയാൾ പുറത്തിറങ്ങാൻ പ്ലാൻ ചെയ്തു. നാഗേന്ദ്രൻ്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആദർശിനെയും മുത്തശ്ശനെയും അങ്ങ് തകർത്ത് തരിപ്പണമാക്കുക എന്ന ലക്ഷ്യം. അങ്ങനെ ഒരു ദിവസം രാത്രി അനന്തപുരിയിലെ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഗേറ്റിന് പുറത്ത് ഒരു കറുത്ത കാറ് വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയത് മറ്റാരുമല്ല, ജാമ്യത്തിലിറങ്ങിയ നാഗേന്ദ്രനായിരുന്നു. അയാൾ വീടിന് നേരെ നോക്കി പല്ലിറങ്ങിക്കൊണ്ട് തന്നെ പറഞ്ഞു, എന്നെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയതിന് നിങ്ങൾ ഇനി വലിയ വില കൊടുക്കേണ്ടി വരും മൂർത്തി. പിറ്റേന്ന് രാവിലെ മൂർത്തി ജ്വല്ലറിയിലേക്ക് ഒരു അപ്രതീക്ഷിത നോട്ടീസ് വന്നു. ജ്വല്ലറിയിൽ നിന്നും ഭൂമി പണ്ട് നാഗേന്ദ്രൻ്റെ പേരിൽ എഴുതി വെച്ചതാണെന്നും അത് തിരിച്ചു വേണമെന്നും വാദം. ഇത് കേട്ട് മുത്തശ്ശനാകെ ഞെട്ടിപ്പോവാണ്. പഴയ ആധാരങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അതിൽ നാഗേന്ദ്രൻ്റെ ഒപ്പ് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന കാര്യം ആദർശിന് മനസ്സിലായി. ആദർശ് ഉടനെ തന്നെ നന്ദുവിനെ വിളിച്ചു. നന്ദു, നാഗേന്ദ്രൻ വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ ആധാരത്തിലാണ് തട്ടിപ്പ്. നമ്മുടെ ആ പഴയ വക്കീലിനെ ഒന്ന് കണ്ടുപിടിക്കണം. നന്ദു സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി ആ വക്കീലിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി. അയാൾ വയനാട്ടിലെ ഒരു ഉൾഗ്രാമത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. ആദർശും നന്ദുവും കൂടി നേരെ വയനാട്ടിലേക്ക് തിരിച്ചു. അവിടെ വെച്ച് നടന്ന ഒരു സാഹസികമായ നീക്കത്തിനൊടുവിൽ അവർ ആ വക്കീലിനെ പിടികൂടി. അയാൾ പേടിച്ച് സത്യങ്ങളെല്ലാം തന്നെ വിളിച്ചു പറഞ്ഞു. നാഗേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ വ്യാജരേഖകൾ ഉണ്ടാക്കിയതെന്നും അയാൾ സമ്മതിച്ചു. തിരികെ അനന്തപുരിയിലേക്ക് എത്തിയ ആദർശ് എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആ വക്കീലിനെ അങ്ങ് ഹാജരാക്കി. നാഗേന്ദ്രൻ അവിടെ ഉണ്ടായിരുന്നു. തൻ്റെ പ്ലാന് പാളിയെന്ന് കണ്ടപ്പോൾ നാഗേന്ദ്രൻ ആദർശിനെ നേരെ അങ്ങ് പാഞ്ഞെടുത്തു. പക്ഷേ നന്ദുവും പോലീസുകാരും ചേർന്ന് അയാളങ്ങ് പിടിച്ച് തള്ളി മാറ്റുകയാണ്. മുത്തശ്ശൻ എഴുന്നേറ്റ് നിന്ന് നാഗേന്ദ്രൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു, ഇനി നിനക്ക് ഈ വീട്ടിൽ ഒരു തരി മണ്ണ് പോലും കിട്ടില്ല നാഗേന്ദ്ര. നിന്നെ ഞാൻ ഒരിക്കൽ മരുമകനായി കണ്ടു, പക്ഷേ നീ ഇനി വെറും ഒരു വിഷപ്പാമ്പായിരിക്കുന്നു.
അത് കേട്ടതോടുകൂടി തന്നെ നാഗേന്ദ്രന്റെ കഥ അങ്ങ് അവസാനിച്ചു. അയാളെ പോലീസ് സ്ഥിരമായി ജയിലിലേക്ക് അങ്ങ് കൊണ്ടുപോയി. ആദർശും നയനയും മുത്തശ്ശന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ വീണ്ടും മൂർത്തീസ് ജ്വല്ലറി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡാക്കി മാറ്റുന്നുണ്ടായിരുന്നു. അനന്തപുരിയിൽ വീണ്ടും സമാധാനവും സന്തോഷവും വന്നെത്തുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.